വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിണ്ടാവില്ലേ എന്താ ഇന്നത്തെ കുക്കിംഗ്? കായ വറുത്തതിൻ്റെ കൂടെ തന്നെ സദ്യക്ക് കിട്ടുന്ന ശർക്കര വരട്ടിയതാണ്. ആ ശർക്കര വരട്ടിയത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ശർക്കരയിൽ പൊതിഞ്ഞുള്ള ചുക്കിൻ്റെയും ജീരകമൊക്കെ കൂടിയുള്ള ശർക്കര കായയുടെ ടേസ്റ്റാണ് ഓർമ്മ വരുന്നത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ കായയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്യാം. 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് തിക്ക് പീസസ് വേണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തിക്കായിരിക്കണം, അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈമും കുറച്ച് കൂടും. കുറച്ച് തിക്ക് പീസസ് ആയിരിക്കണം. ഇനി നമുക്കിതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവാറായിട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അതിന് സർക്കുലർ മോഷനിൽ ഈ കോരിക കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അല്ല, ഇടുമ്പോൾ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാനും കൂടി ശ്രമിച്ചാൽ നന്നായിരിക്കും കേട്ടോ. കട്ട പിടിച്ചാൽ വേവില്ല. ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിലേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറമെ പെട്ടെന്ന് തന്നെ കറുത്തും പോകും. ഇത് വറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു കറുക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പം അത് ശ്രദ്ധിച്ച് വറക്കണേ. ഇത് ആവാറായിട്ടുണ്ട്. സൗണ്ട് നിൽക്കാറാവണം. ഒന്ന് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എടുക്കാറായി. എനിക്ക് ഇതാ എടുത്തു കേട്ടോ. നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാം. അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ ശർക്കര വറുത്തിയതിന് വേണ്ടിയിട്ട് വറുത്തെടുത്തത് 3 കായ വറുത്തത്. അതിനായിട്ട് ഞാനൊരു 3 ശർക്കര വെള്ളത്തിലിട്ട് നന്നായി പാനിയാക്കിയതാണിത്. അതിൻ്റെ കല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയിലാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ചുക്കും ജീരകവും കൂടി പൊടിച്ചത്. ജീരകം ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ചുക്കിട്ടാൽ നന്നായിരിക്കും. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഈ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയാണ് പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷെ ഞാൻ തിന്നായിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിനെ നമുക്ക് നന്നായി അങ്ങോട്ട് കുറുക്കാം. ശർക്കര പെട്ടെന്ന് തന്നെ സെറ്റാവും. പഞ്ചസാരയേക്കാൾ ഫാസ്റ്റ് ആയിട്ട് സെറ്റാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. ശർക്കര മണം വരുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാനുള്ള ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കും വരുന്നില്ലേ? അപ്പോൾ ഇതാ ഏകദേശം ആവാറായിട്ടുണ്ട് തോന്നുന്നു. നമുക്കൊന്നിട്ട് നോക്കാം. ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നേ ഉള്ളൂ. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയാൽ ഇടാം. ഇതാവാറായിട്ടുണ്ട്. ഏകദേശം റെഡി. ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ അത് കറക്റ്റാണ്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാറായി. എനിക്ക് അധികം നേരം അത് കാണിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും സെറ്റ് ആവുന്നത് കൂടുതലാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും കൂടിയുള്ള പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അവിടെ ഇവിടെ ആവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബനാന ഇട്ട് കൊടുക്കാം. ഞാൻ കായ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നവരെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. നേന്ത്രക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാൻ തുടങ്ങിയ ഉടനെ ഓഫ് ചെയ്യണേ. ഇതാ റെഡി ആവാറായിട്ടുണ്ട്. അപ്പം അതിൽ ശർക്കര ബനാന ഫ്രൈയിലൊക്കെ കോട്ടായുണ്ട്. 1 ടീസ്പൂൺ ഷുഗറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷുഗറിൻ്റെ ഇത് കൂടി ആകുമ്പോഴേക്കും അത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മിക്സായി സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മുടെ നേന്ത്രക്കായയിൽ എല്ലാം സെറ്റായിട്ട് ഇനി പാത്രത്തേക്ക് മാറ്റാം. ഞാനിത് ആ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവിടെയും കറക്റ്റ് കോട്ടഡായി നല്ല മണവും ടേസ്റ്റുമുള്ള ശർക്കര വരട്ടിയത് റെഡി. ഇത്ര ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.